അത്രത്തോളം വിജയിക്കുന്നില്ല എന്നുള്ള ധാരണയിലാണ് നെല്ലിക്കുത്ത് എന്നാണ് ഞങ്ങൾക്ക് ജിദ്ദയിൽ അനുഭവപ്പെട്ടത്. കാരണം ജിദ്ദയിൽ അദ്ദേഹം ഇതൊക്കെ തെളിവ് ഉദ്ധരിച്ചിട്ടും അദ്ദേഹം ഒരു ബാക്കവിയെ, ഒരു അഷ്റഫ് ബാക്കവി എന്ന് പറയുന്ന അവരുടെ ഒരു സജീവ പ്രവർത്തകനെ തലയിലെ തൊപ്പിയും മുണ്ടൊക്കെ ഒഴിവാക്കിച്ചിട്ട് ഒരു മുജാഹിദ് പ്രവർത്തകനാക്കി അദ്ദേഹത്തിന്റെ മുമ്പിൽ ഇരുത്തിയിട്ട് ചോദ്യങ്ങൾ ചോദിപ്പിച്ച് അവസാനം ഈ ബാക്കവി പറയുകയാണ് ഞാനിപ്പോ സുന്നി ആദർശം സ്വീകരിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ പഴയ ആദർശത്തിൽ നിന്ന് മാറി എന്നും പറഞ്ഞ് നെല്ലിക്കുത്തിന്റെ മുമ്പിൽ എത്തിച്ചുകൊണ്ട് ഒരു അഭിനയം, നെല്ലിക്കുത്ത് അഭിനയിക്കുന്നു, അദ്ദേഹവും അഭിനയിക്കുന്നു. സമയം സംസാരിച്ചതിൽ നിന്ന് എന്നെ പോലെയുള്ള അനവധി ആളുകൾക്ക് അല്പം എല്ലാം കിതാബ് ഓതി പൂർണ്ണമായി മനസ്സിലാക്കാനുള്ള അവസരം ലഭിക്കാതെ പോകുന്ന എത്രയോ ആളുകൾക്ക് സത്യം മനസ്സിലാക്കാൻ സാധിച്ചു. പ്രധാനമായി മക്കാ മുശ്രിക്കുകൾക്ക് അള്ളാഹുവിൽ യഥാർത്ഥ വിശ്വാസമുണ്ടായിരുന്നില്ല. വിശ്വാസമുള്ളത് തന്നെ നാമമാത്രമായ വിശ്വാസമായിരുന്നു എന്നതിന് ഖുർആനിലും തഫ്സീറുകളിലും ഹദീസുകളിൽ നിന്നെല്ലാം രേഖ ഉദ്ധരിച്ചു വ്യക്തമാക്കുകയുണ്ടായി. അതുപോലെ മക്കാ മുശ്രിക്കുകൾക്ക് അവരുടെ ദൈവങ്ങളിൽ സ്വയം കഴിവ് ഇല്ലായിരുന്നു എന്നായിരുന്നു ഞാൻ ഇതുവരെ വിശ്വസിച്ചിരുന്നത്. അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കി തരികയും അവർ വിശ്വസിച്ചിരുന്ന എല്ലാ ഇലാഹുകൾക്കും സ്വയം പര്യാപ്തത അവർ വിശ്വസിച്ചിരുന്നു എന്നുള്ളതിന് വ്യക്തമായ ഒരുപാട് ഹദീസുകളും മുഹദ്ദിസുകളും പണ്ഡിതന്മാരും ഇത്രയും കാലം വരേക്കുള്ള പണ്ഡിതന്മാരുടെ ഉദ്ധരങ്ങളെല്ലാം പറഞ്ഞു തന്നുകൊണ്ട് സംശയം എന്റെ തെറ്റിദ്ധാരണ തിരുത്താൻ സഹായിച്ച നിങ്ങളോട് എനിക്ക് വളരെയധികം നന്ദിയുണ്ട്. അള്ളാഹു നിങ്ങൾക്ക് അതിന് ഇരു വീട്ടിലും പ്രതിഫലം നൽകുമാറാവട്ടെ. ഞാൻ പ്രത്യേകം ചെയ്യുന്നു. അങ്ങനെ നിങ്ങൾ ആ മനസ്സ് സത്യം മനസ്സിലായി അതനുസരിച്ച് നീങ്ങാന്നുള്ള ഈ മനസ്സ് അത് അള്ളാഹു തആല ഹിദായത്ത് ഉദ്ദേശിച്ചതിന്റെ ലക്ഷണമാണ്. അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് സത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും ഇത് കേൾക്കുന്ന സ്നേഹിതന്മാർക്കും സത്യം മനസ്സിലാക്കാനും പടച്ചോൻ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഉഗ്രവാദി നേതാവായ നെല്ലിക്കുത്ത് മുസ്ലിയാരും അതുപോലെ ജിദ്ദയിലെ ഖുറാഫി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുന്ന അവരുടെ പ്രബോധന മേഖലയുടെ ചുക്കാൻ പിടിക്കുന്ന അഷ്റഫ് ബാക്കവി ചെറൂപ്പ എന്ന് പറയുന്ന മനുഷ്യനും ഇവിടെ ഒരു അഭിനയമാണ് നടത്തിയത്. നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ ഒരു സുന്നി നേതാവായിക്കൊണ്ടും ബാക്കവിയെ സംബന്ധിച്ചിടത്തോളം ഒരു മുജാഹിദ് പ്രവർത്തകരായിക്കൊണ്ടുമാണ് അവർ പ്രത്യക്ഷപ്പെടുന്നത്. എന്നിട്ട് ഹാരിസിന്റെ ജോലി ചെയ്യുമ്പോൾ പോലും തലമറക്കുന്ന ബാക്കവി അഭിനയ വേദിയിലതാ തലമറക്കാതെ ഒരു മുജാഹിദ് പ്രവർത്തകനായി, ഒരു ISM പ്രവർത്തകനായിക്കൊണ്ട്, ഒരു ISMന്റെ വക്താവായിക്കൊണ്ട് അദ്ദേഹം പ്രത്യക്ഷപ്പെടുകയാണ്. എന്നിട്ട് നെല്ലിക്കുത്ത് മുസ്ലിയാരുടെ മുമ്പിൽ കുറെ ചോദ്യങ്ങൾ ചോദിക്കുന്നു. ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നെല്ലിക്കുത്ത് മുസ്ലിയാർ ബാക്കവിയെ ആ ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായ മറുപടി നൽകിക്കൊണ്ട് പരാജയപ്പെടുത്തുന്നു. നെല്ലിക്കുത്ത് മുസ്ലിയാർ ബാക്കവിയോട് ചോദിക്കുന്നു, നിങ്ങൾ 90 വരെയുള്ള ആയത്താണ് ഓതിയത്, 91ാമത്തെ ആയത്ത് നിങ്ങൾ മുഅ്മിനൂൻ സൂറത്തിൽ നിന്ന് നിങ്ങൾ ഓതിയിരുന്നെങ്കിൽ നിങ്ങളുടെ കള്ളി വെളിച്ചത്താകുമായിരുന്നു. നിങ്ങൾ സ്ത്രീകൾ മദ്യ നന്നാക്കുന്നത് പോലെ, മീൻ നന്നാക്കുന്നത് പോലെ നിങ്ങൾ ഖുർആനിലെ ആയത്തുകൾ വെട്ടിമാറ്റുകയാണ്. അത് ചെയ്യാൻ നിങ്ങൾ അനുവദിക്കുകയില്ല. നിങ്ങളുടെ കള്ളി ഞങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യും എന്നൊക്കെ നെല്ലിക്കുത്ത് മുസ്ലിയാർ ബാക്കവിയോട് പറയുന്നു. മാത്രമല്ല തുടർന്ന് പറയുന്നത്, ബാക്കവിയോട് അദ്ദേഹം പറയുന്നത്, നിങ്ങൾ ചെറിയ കിതാബൊന്നും ഓതിയാൽ പോരാ, നിങ്ങളുടെ സ്കൂളിലെ പുസ്തകമൊന്നും വായിച്ചാൽ പോരാ, നിങ്ങൾ വലിയ വലിയ കിതാബുകളൊക്കെ ഓതണം, കിതാബുകളൊക്കെ ഓതി പഠിക്കണം, എന്തെങ്കിലേ ഇതൊക്കെ തിരികെയുള്ളൂ എന്ന് പറയുന്നു. അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. പടച്ച തമ്പുരാനെ പോലും ധിക്കരിക്കുന്ന രൂപത്തിൽ ബാക്കവി പറയുന്നു, ഇത്രയും നാൾ മക്കാ മുശ്രിക്കുകൾ സമദിയത്തിൽ വിശ്വസിച്ചിരുന്നില്ല എന്നാണ് ഞാൻ കരുതിയിരുന്നത്. നെല്ലിക്കുത്ത് മുസ്ലിയാരുടെ ഈ ന്യായങ്ങളും തെളിവുകളും കേട്ടപ്പോൾ മക്കാ മുശ്രിക്കുകൾക്ക് സമദിയത്തിൽ വിശ്വാസമുണ്ടായിരുന്നു എന്ന് എനിക്ക് ഇപ്പോഴാണ് ബോധ്യമായത്. മുമ്പ് എനിക്ക് ആ വിശ്വാസമുണ്ടായിരുന്നില്ല. മക്കാ മുശ്രിക്കുകൾ അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്നോ എന്നും അവരുടെ ദൈവങ്ങൾക്ക് സമദിയത്ത് കൽപ്പിച്ചിരുന്നില്ല എന്നുമാണ് ഞാൻ വിശ്വസിച്ചിരുന്നത്. ഇസ്മായിൽ മുസ്ലിയാരുടെ അവസരോചിതമായ ഇടപെടൽ മൂലം അദ്ദേഹത്തിന്റെ മറുപടി പ്രകാരം എനിക്ക് സത്യം മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് ബാക്കവി പറയുന്നു. അവിടം വെച്ചുകൊണ്ട് ബാക്കവി നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാരെ അഭിനന്ദിക്കുന്നു, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു, എനിക്ക് ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി തരാൻ നിങ്ങൾക്ക് അവസരമുണ്ടായതിൽ ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്, നിങ്ങൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബാക്കവി നെല്ലിക്കുത്ത് മുസ്ലിയാരുടെ മുമ്പിൽ ഒരു ISMകാരനായി പ്രത്യക്ഷപ്പെടുമ്പോ നെല്ലിക്കുത്ത് മുസ്ലിയാർ പറയുന്നു, നിങ്ങൾ സത്യം കേൾക്കുമ്പോൾ അത് മനസ്സിലാക്കാനും അത് സ്വീകരിക്കാനും തയ്യാറാവുക എന്നുള്ളത് നിങ്ങൾക്ക് അല്ലാഹു ഹിദായത്ത് നൽകിയിട്ടുണ്ട് എന്നതിന്റെ ലക്ഷണമാണ്.
ഇപ്പൊ നിങ്ങൾക്ക് സത്യം മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഒരു ഹിദായത്തിന്റെ ലക്ഷണമാണ്. അള്ളാഹു നമുക്ക് ഹിദായത്ത് നൽകട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥിക്കുന്നു. ആരെയാണ് ഇവിടെ വഞ്ചിക്കുന്നത്? ആരോടാണ് പ്രാർത്ഥിക്കുന്നത്? പടച്ച തമ്പുരാന്റെ മുമ്പിൽ അഭിനയം നടത്തിക്കൊണ്ട് പ്രാർത്ഥന നടത്താൻ പോലും ധൈര്യം കാണിക്കുന്ന ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ പ്രബോധനത്തിന് വേണ്ടി ജനങ്ങളുടെ മുമ്പിൽ അവരുടെ എല്ലാവിധ ദുർവ്യാഖ്യാനങ്ങളുമായി കടന്നു വന്നിട്ട് അത് വിലപ്പോകുന്നില്ല എന്ന് കണ്ടപ്പോൾ ഇവിടെയുള്ള ഈ IDCയുടെ ഖുറാഫി പ്രസ്ഥാനത്തിന്റെ ജിദ്ദയിലെ ഫത്വ ബോർഡ് ചെയർമാൻ ISM-കാരന്റെ കുപ്പായം ഇട്ടിരിക്കുന്നു, അദ്ദേഹത്തിന്റെ തലയിലെ തൊപ്പി ഊരിയിരിക്കുന്നു, എന്നിട്ട് അദ്ദേഹം മുജാഹിദുകാരനായിരിക്കുന്നു, എന്നിട്ട് നെല്ലിക്കുത്ത് മുസ്ലിയാരുടെ വിശദീകരണം കേട്ട് മുജാഹിദ് സുന്നിയാകുന്ന രംഗം അരങ്ങേറുന്നു. ഈ രൂപത്തിലുള്ള ഒരു അഭിനയം നടത്തിയിട്ട് വേണം ഇവിടെയുള്ള മുജാഹിദുകളെ പരാജയപ്പെടുത്താൻ, ഇവിടെയുള്ള സുന്നികൾക്ക് ആദർശം പഠിപ്പിച്ചു കൊടുക്കാൻ. എങ്കിൽ അത് ആ ധാരണ മുസ്ലിയാക്കന്മാർ തിരുത്തുന്നത് നല്ലതാണ്. കേരളീയരെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായും സാക്ഷരത കൈവരിച്ച ആളുകളുടെ മുമ്പിൽ ഇത്തരം അഭിനയങ്ങൾ വിലപ്പോവുകയില്ല. ബാക്കബി പറയുന്നത് എന്താണ്? മക്കാ മുശ്രിക്കുകൾക്ക് അള്ളാഹുവിലുള്ള വിശ്വാസം ഉണ്ടായിരുന്നില്ല, അതുപോലെ തന്നെ അവർ സമദിയത്ത് മക്കാ മുശ്രിക്കുകൾക്ക് കൽപ്പിച്ചിരുന്നു എന്ന് പറഞ്ഞിരുന്ന ബാക്കബി പറയുന്നു മുസ്ലിയാരോട്, നെല്ലിക്കുത്തിനോട് പറയുന്നത്, സമദിയത്തിൽ മക്കാ മുശ്രിക്കുകൾ വിശ്വസിച്ചിരുന്നില്ല എന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു എന്നായിരുന്നു ഞാൻ ധരിച്ചിരുന്നത്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞപ്പോഴാണ് മക്കാ മുശ്രിക്കുകൾ അള്ളാഹുവിനെ പോലെ മരിച്ചുപോയ മഹാന്മാരോട് അള്ളാഹുവിന് കൽപ്പിക്കുന്ന എല്ലാം കൽപ്പിക്കുകയും മാത്രമല്ല അള്ളാഹുവിന് സമദിയത്ത് കൽപ്പിച്ചതുപോലെ ഈ ലോകത്തിന്റെ സൃഷ്ടാവും പരമാത്മാവും എല്ലാം അള്ളാഹു ആണെന്ന് കരുതുന്നത് പോലെ ബിംബങ്ങളിലും അവർ കരുതിയിരുന്നു എന്ന് എനിക്ക് വിശ്വാസമുണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബാക്കവിയത ഒരു മുജാഹിദുകാരന്റെ കുപ്പായം ഇട്ടുകൊണ്ട് അദ്ദേഹം സംസാരിക്കുന്നു. എന്നാൽ ഇനി നോക്കൂ സഹോദരന്മാരെ, ബാക്കവിയുടെ ഒറിജിനൽ സ്വഭാവം ഇതാ. നിങ്ങൾക്ക് കൃത്യമായി ബാക്കവിയെ നിങ്ങൾക്ക് കാണാം. ജിദ്ദയിൽ നടന്ന ഒരു മുഖാമുഖത്തിൽ സക്കരിയ സലാഹിയുടെ മുമ്പിൽ ബാക്കവീദ ചോദ്യം ചോദിക്കുന്നു, ബാക്കവി തെളിവ് നിരത്തുന്നു. സമദിയത്തിൽ മക്കാ മുശ്രിക്കുകൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കവി തെളിവുദ്ധരിക്കുകയും സക്കരിയ സലാഹിയുടെ മുമ്പിൽ ശക്തമായി വാദിക്കുകയും മാത്രമല്ല അള്ളാഹു പറയുന്ന കാര്യം പോലും തെറ്റാണെന്ന് പറയാൻ പോലും ബാക്കവി നിർലജ്ജം ധൈര്യം കാണിക്കുന്ന രംഗം ഇതാ നിങ്ങൾക്ക് CD-യിലൂടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇലാഹാണെന്ന് വിശ്വസിക്കുക, അല്ലെങ്കിൽ സ്വയം കഴിവുണ്ടെന്ന് വിശ്വസിക്കുക. ഇവിടെ ഉറുക്ക് കെട്ടുന്നിടത്തും അതുപോലെ ശിവലത്തിനെ സംബന്ധിച്ച് പറഞ്ഞ് അതിൻ്റെ എല്ലാം വിശദീകരണത്തിൽ മുസ്ലിങ്ങൾ പറയുന്നത് അതിനെല്ലാം സ്വയം കഴിവുണ്ട് എന്ന് മക്കാ മുശ്രിക്കുകൾ വിശ്വസിച്ചിരുന്നു. ഇത്ഖാദ് തഹ്സീറുൻ ബിനഫ്സിഹ, അത് സ്വയം കഴിവുണ്ട് എന്ന് അള്ളാഹുവാണ് ഇതിനെ കൊണ്ട് ഫലം നൽകുന്നവൻ എന്നല്ല വിശ്വസിച്ചത്. ഇവയെല്ലാം സ്വയം തന്നെ ഇതുകൊണ്ട് ഇവർക്ക് സ്വന്തമായ ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ സാധിക്കുമെന്ന് വിശ്വസിച്ചത് കൊണ്ടാണ് ഇത് ശിർക്ക് വന്നത് എന്ന് ഷൗക്കാനി നൗൽ ഔത്താറിൽ അങ്ങനെയുള്ള വേറെ ഹദീസുകളും പറയുന്നുണ്ട്. അതിനെ സംബന്ധിച്ച് എന്താ പറയാം? അപ്പോ ഹാവുലായി സുഫാവുലായി എന്നുള്ളത് അവരുടെ കാര്യം അള്ള വിശദീകരിച്ചതാണ്. അപ്പൊ ശരിയല്ല അല്ലേ? ഇല്ല. അള്ളാഹു ഹാവുലായി സുഫാവുലായി എന്ന് പറഞ്ഞത് ശരിയല്ല. നിങ്ങളോട് വർത്താനം പറയാൻ പറ്റില്ല. നിങ്ങൾ പരിശുദ്ധ ഖുർആനെ പച്ചയായി നിഷേധിക്കുക. മക്കാ മുശ്രിക്കുകളുടെ ഹൃദയത്തിലുള്ളതും അവരെ പുറത്തുള്ളതും എല്ലാം അറിയുന്നവനാണ് അള്ളാഹു. ഈ ബിംബങ്ങൾ ഞങ്ങൾക്ക് അള്ളാഹിന്റെ അടുക്കൽ ശുപാർശക്കാരാണ് എന്ന് അവർ പറഞ്ഞത് അള്ളാഹു ഉദ്ധരിച്ചു. മാത്രമല്ല അപ്പൊ അത് അവരെ കുറിച്ച് പറഞ്ഞ പ്രസ്താവന ശരിയല്ല എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങളോട് എങ്ങനെ വർത്താനം പറയാം? അന്നൽ ഖുവ്വത ലില്ലാഹി ജമീഅൻ എന്നാൽ അല്ലാഹുവിനാണ് എല്ലാ കഴിവും. വിഗ്രഹങ്ങൾക്ക് കഴിവില്ല എന്നതിലുണ്ടോ? ഏതാ വാക്ക്? അദ്ദേഹം കണ്ടുപിടിക്കട്ടെ, അടുത്ത ആൾ ചോദിക്കട്ടെ. അപ്പൊ അങ്ങനെ അഭിനയം കണ്ടപ്പോ ഞങ്ങൾക്ക് തോന്നിയത് വെച്ചാൽ ഇവരെത്ര ഗവേഷണം നടത്തിയിട്ടും തെളിവുദ്ധരിച്ചിട്ടും ജനങ്ങൾ അംഗീകരിക്കാതായപ്പോ പാവങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി കളിക്കുന്ന കളിയാണെന്നുള്ളത്